എങ്ങനെയുണ്ട് എക്സ്പെക്ടേഷൻ? നമ്മൾ ജനനായകൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ തലപതിയുടെ അവിടെ നിന്നുള്ള അറിയിപ്പ് പ്രകാരം ലാസ്റ്റ് സിനിമ എന്നുള്ള രീതിയിലാണ് നമുക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ പിന്നെയുള്ള ഇപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഏറ്റവും നമ്മൾ എത്രത്തോളം ഹൈപ്പിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ കൊടുക്കാൻ പറ്റും അത്രയും കൊടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചേർന്നിട്ട് ഒരു പ്രൊമോഷൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ടൂർണമെൻറ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് ഇതിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് ഇനി അങ്ങോട്ടുള്ള പടത്തിൻ്റെ അന്ന് വരെയും പ്രോഗ്രാംസാണ് എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുള്ളത്. പല പല രീതിയിലും വെൽഫെയർ ആയിട്ടും അതുപോലെ ഇതുപോലെ സ്പോർട്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് താല്പര്യം. പിന്നെ സിനിമയെക്കുറിച്ച് ഹൈപ്പ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് സിനിമ കഴിഞ്ഞിട്ട് പറയാം. അതുവരെ എക്സ്പെക്റ്റേഷൻ അങ്ങനെ നിൽക്കട്ടെ, ഹൈപ്പിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പടം ഫാൻസിലുള്ളതായിരിക്കുമോ രാഷ്ട്രീയ പടമായിരിക്കും എന്നൊരു നമുക്ക് അതിൻ്റെ ഒരിതും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാം കൂടി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പേഴ്സണലി എല്ലാം കൂടി അതിനകത്തുണ്ടാവും, എല്ലാവർക്കും ഉള്ളതും ഉണ്ടാവും. ആരൊക്കെയാണോ ഇതിനകത്ത് എതിർത്ത് നിൽക്കണം അവർക്കെല്ലാം ഉള്ള സാധനം അതിനകത്തുണ്ടാവും. സപ്പോർട്ട് ചെയ്യണവർക്കുള്ളതുണ്ടാവും, എതിർക്കണവർക്കുള്ളതുണ്ടാവും. എല്ലാ രീതിയിലുള്ളതും പക്കായിട്ട് കൊടുത്തേ വിടത്തുള്ളൂ. അതിലൊരു മാത്രം ഇനിയിപ്പോൾ ആരൊക്കെ എതിര് നിൽക്കാൻ വന്നാലും ശരി അവർക്കൊക്കെ മേലെ വെച്ചിട്ടേ വിടത്തുള്ളൂ. അതൊന്നും നമ്മൾ ആരെയും ചെറുതായിട്ട് കാണല്ല, ഒരു സിനിമയും നമ്മളെ ചെറുതായിട്ട് കാണില്ല. പക്ഷേ നമ്മൾ അണ്ണൻ്റെ പടം എന്തൊക്കെ വന്നാലും ഒരു പടിക്കല്ല, അതിന് മേലെ നിൽക്കത്തുള്ളൂ. ക്ലാഷുമായിട്ടും നമുക്ക് അതുമായിട്ട് ചിന്തിക്കാൻ പോലും നമുക്ക് സമയമില്ല. നമുക്ക് നമ്മുടെ ജനനായകൻ്റെ വർക്ക് കാര്യങ്ങൾ അതിൻ്റെ പ്രൊമോഷൻ അത് മാത്രമേ ചിന്തയുള്ളൂ. ആ സിനിമയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ആർക്കാണെങ്കിലും ക്ലാഷ് വയ്ക്കാം, അതുപോലെ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ അതിലോട്ട് തിരിഞ്ഞ് നോക്കാനേ ഇല്ല. നമ്മുടെ വേ സ്ട്രൈറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക, അത് മാത്രമേ നമ്മൾ നോക്കണം. ഇപ്പം നമ്മളിവിടെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഔട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ വിടാനുള്ള പ്ലാനാണ് ചെയ്യുന്നത്. കേരളത്തിൽ മൊത്തം ഒരു പ്രോഗ്രാം ചെയ്യാനും പ്ലാൻ ഇട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കൺഫർമേഷൻ നാളെ മറ്റന്നാളായിട്ട് വരത്തുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ അതും കൂടി നമ്മളെല്ലാവരും കൂട്ടി ചെയ്യാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. സിനിമ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ്റെ ആ സിനിമ നമുക്കൊരു ഉത്സവം പോലെയാണ് എല്ലാ വർഷവും. പക്ഷേ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ പടം എന്നാണ് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു രീതിയിൽ നമ്മൾ തിരുവനന്തപുരം ജില്ല നല്ല രീതിയിലൊന്ന് ഫ്ലാഷാക്കി വിടും. ഉറപ്പായിട്ടും സിനിമ നല്ല 100 ദിവസം ഓടണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഓടുകയും ചെയ്യും. എക്സ്പെക്റ്റേഷൻ ഹൈ ആണ്, എല്ലാവരും പറയും പോലെയാണ്. നമ്മളെല്ലാം എക്സൈറ്റഡ് ആണ്. അണ്ണൻ ലാസ്റ്റ് പടം നമ്മളെന്തായാലും വിജയകരമായിട്ട് ആഘോഷകരമായിട്ട് നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിച്ച് കാണും. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. തളപതി അഭിനയം നിർത്തരുത് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ലാസ്റ്റ് പടമാണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് വിഷമമുണ്ട്. സെയിം ടൈം ഭയങ്കര എക്സൈറ്റഡ് ആണ്, നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പുള്ളിയുടെ ലാസ്റ്റ് പടം എന്ന് പറയുമ്പോൾ അത്രയും ഒരു പവർ ബാക്ക്ഡ് ആയിട്ട് ഫാൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പടമായിരിക്കും. പിന്നെ തളപതി രാഷ്ട്രീയത്തിലോട്ട് പോകുന്നതിനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എപ്പോഴും റൈറ്റ് വേയിലേ പോകും എന്നുള്ളൊരു ഉറപ്പുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാം 2026 അണ്ണം തൂക്കിയിരിക്കും. നല്ല എക്സ്പ്രഷനാണ് പടം. പടത്തിനെ കുറിച്ച് കാരണം നമുക്കൊന്നും പറയാനില്ല. അണ്ണൻ്റെ പടം ആ രീതി തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതിൻ്റെ മോഡൽ ആർക്കൊന്നും ചെയ്യാനായിട്ട് ഇനി ഇല്ല. എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ അല്ലേ. എന്തായാലും പടം വരുമ്പോഴത്തേക്ക് നമുക്ക് വിജയുടെ പടം വരുമ്പോൾ തന്നെ നമുക്ക് കാണല്ലോ. തളപതി എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് എല്ലാവർക്കും. അപ്പോൾ പടം വരുമ്പോൾ നമ്മൾ എന്തായാലും അത് ഫാൻസിന് ഉള്ള എല്ലാം അതിനകത്ത് കാണും, ഉറപ്പായിട്ടും കാണും. മിക്കവാറും ഈ പടത്തിൽ മിക്കവാറും രാഷ്ട്രീയവും എല്ലാം കാണും, ഫാൻസിനുള്ളതും എല്ലാം ഉണ്ടാവും. ഒരു ഫെസ്റ്റിവൽ മൂഡ് പടമായിരിക്കും. എന്തായാലും ജനുവരി 9 നമ്മൾ പൊളിക്കും. തളപതി അഭിനയം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിഷമം തന്നെയല്ലേ. അതൊന്നും കുഴപ്പമില്ല. പുള്ളി നമ്മളെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങില്ല, അത് നല്ലൊരു കാര്യത്തിലേ പുള്ളി ഇറങ്ങണം, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളുണ്ട് നമുക്ക്. നമ്മൾ പിന്നെ വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയാണോ തളപതി സിനിമ നമ്മൾ സെലിബ്രേഷൻ ചെയ്തിരുന്നത് അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ സെലിബ്രേഷൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പ്രതീക്ഷയിലുപരി ഒരുപാട് വിഷമമുണ്ട്. കാരണം ഓഡിയോ എഞ്ചിൻ ഉൾപ്പെടെ അണ്ണൻ പറഞ്ഞു, അണ്ണൻ്റെ ലാസ്റ്റ് സിനിമ എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അതിന് മാറി വീണ്ടും സിനിമയിലോട്ട് വരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളോടാണ് ഈ സിനിമ നിൽക്കുന്നത്. നമ്മൾ ഇപ്പം രാജാവാണ് പോകുന്നതെങ്കിൽ രാജകീയമായി തന്നെ യാത്ര അയക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ.